ഹലോ. ബേബി ശ്യാമിലി പ്രശസ്ത നടി ബേബി ശാലിനിയുടെ സഹോദരി. ചേച്ചിയെപ്പോലെ തന്നെ സിനിമയിൽ മികച്ച തുടക്കം കിട്ടിയിട്ടും നായിക പദവിയിലേക്ക് എത്തിയപ്പോൾ ആ തിളക്കം ശ്യാമിലിക്ക് തുടരാനായില്ല. മണിരത്നത്തിന്റെ അഞ്ജലി എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ 4-ാം വയസ്സിൽ ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ശ്യാമിലി ഇന്ന് തീർത്തും വ്യത്യസ്തമായൊരു മേഖലയിൽ തിളങ്ങുന്നു. 1990-ൽ വെറും 4 വയസ്സുള്ളപ്പോഴാണ് മണിരത്നത്തിന്റെ അഞ്ജലിയിൽ ബുദ്ധിമാന്ദ്യമുള്ള ഒരു കുട്ടിയുടെ റോളിൽ ശ്യാമിലി തിളങ്ങിയത്. ആ ഒരൊറ്റ സിനിമയിലൂടെ ശ്യാമിലി ഇന്ത്യ ഒട്ടാകെയുള്ള സിനിമാ പ്രേമികളുടെ ഹൃദയം കീഴടക്കി. അതിലെ പ്രകടനത്തിന് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തികളിൽ ഒരാളായി ശ്യാമിലി. ഇന്ന് ശ്യാമിലി എവിടെയാണ്? പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് 39-കാരിയായ ശ്യാമിലി ഇന്ന്. 90കളിൽ ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഏറ്റവും തിരക്കുള്ള ബാലതാരമായിരുന്ന ബേബി ശ്യാമിലി 1990-ൽ മാളൂട്ടി എന്ന ചിത്രത്തിലൂടെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിരുന്നു. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എന്നീ 4 ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ശ്യാമിലി തിളങ്ങി. ചിരഞ്ജീവിക്കും സഹോദരി ശാലിനിക്കും ഒപ്പം അഭിനയിച്ച ജഗദേക വീരുഡു, അതിലോക സുന്ദരി, ഫാസിലിന്റെ ഹരികൃഷ്ണൻസിലെ കൗമാരക്കാരി തുടങ്ങിയവയിലൂടെ ശ്യാമിലി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കന്നഡയിൽ അംബരീഷുമൊപ്പം അഭിനയിച്ച മത്തേ ഹാഡിത്തു കോകിലെ എന്ന ചിത്രത്തിന് കർണാടക സംസ്ഥാന പുരസ്കാരവും ശ്യാമിലിക്ക് ലഭിച്ചു. പക്ഷേ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ബാലതാരമായിരുന്ന ശ്യാമിലിക്ക് നായികയിലേക്കുള്ള മാറ്റം ഒരു വെല്ലുവിളിയായിരുന്നു. സിദ്ധാർത്ഥിന്റെ നായികയായി ഓയ് എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ശ്യാമിലിക്ക് പുതുമുഖ നടിക്കുള്ള അവാർഡ് ലഭിച്ചെങ്കിലും ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ടു. 2010-നും 2015-നും ഇടയിൽ ശ്യാമിലി നിരവധി സിനിമാ അവസരങ്ങൾ വേണ്ടെന്ന് വെച്ച് പഠനത്തിനും ജോലിക്കുമായി സിംഗപ്പൂരിലേക്ക് പോയി. പക്ഷെ പിന്നീട് 2016-ൽ വിക്രം പ്രഭുവിനൊപ്പം അഭിനയിച്ച വീരശിവജി എന്ന തമിഴ് ചിത്രം വിജയമായില്ല. അതേ വർഷം തന്നെ വന്ന വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന മലയാള സിനിമയ്ക്കും മോശം പ്രതികരണമാണ് ലഭിച്ചത്. ഇന്ന് കലയുടെ മറ്റൊരു ലോകത്താണ് അവൾ സന്തോഷം കണ്ടെത്തുന്നത്. ഇന്ന് ശ്യാമിലി അറിയപ്പെടുന്ന ഒരു ചിത്രകാരിയാണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദമുള്ള ശ്യാമിലി ലാസാലെ കോളേജ് ഓഫ് ആർട്സിൽ നിന്ന് ഫിലിം സ്റ്റഡീസിൽ ഡിപ്ലോമയും നേടിയിട്ടുണ്ട്. കൂടാതെ വിവിധ പെയിന്റിങ്ങിലും പരിശീലനം നേടിയിട്ടുണ്ട്. 2023-ൽ ചെന്നൈയിലെ ഫോക്കസ് ആർട്ട് ഗാലറിയിൽ ഷീ എന്ന പേരിൽ ഒരു സോളോ എക്സിബിഷൻ നടത്തി. കൂടാതെ ദുബായിലെ വേൾഡ് ആർട്സ് എക്സിബിഷനിലും ബാംഗ്ലൂരുവിലെ ചിത്രകലാ പരിഷത്തിലും തൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. തൻ്റെ ബയോയിൽ ശ്യാമിലി ലളിതമായി ഇങ്ങനെ കുറിച്ചിരിക്കുന്നു: ഞാൻ ശ്യാമിലി, ഇന്ത്യയിൽ നിന്നുള്ള ഒരു നടിയും കലാകാരിയുമാണ്. അഞ്ജലിയിലൂടെയും മാളൂട്ടിയിലൂടെയും ആ കൊച്ചു പെൺകുട്ടിയെ ഇന്നും സ്നേഹത്തോടെ ഓർക്കുന്ന ആരാധകർക്കായി ശ്യാമിലി തൻ്റെ കലാസൃഷ്ടികൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബൈ.